അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ വിചാരിച്ച എന്തായാലും ഇങ്ങനത്തെ ഷോയും അല്ലേ, ഇങ്ങനെ ട്വിന്നിങ് ആയിട്ട് ഞങ്ങള് മാക്സിമം ട്രൈ ചെയ്തു. ഇത്ര കിട്ടിയുള്ളൂ, ഇത്ര ചെയ്യാനുള്ളൂ, കുറച്ച് കളർ ഡിഫറൻസ് ഉള്ളു, എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുവാന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും മമ്മി ആൻഡ് മീ ഷോ ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കല്ലുവിന്റെ ചൈൽഡ്ഹുഡ് മുതലേ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ആ ഒരു ഡെലിവറി ടൈം അതൊക്കെ എങ്ങനെയായിരുന്നു ശരിക്കും കല്ലുവിന്റെ? അത് എനിക്ക് ഞാൻ ഭയങ്കര കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെന്റ് ഞാൻ ഓഗസ്റ്റ് 7th ഇവള് ജനിച്ചത്. ഞാൻ ആക്ച്വലി ഓഗസ്റ്റ് 7th വരെ ഓഫീസിൽ പോകണം എന്ന്, ഓഗസ്റ്റ് 7th മുതലാണ് ഞാൻ ലീവ് അപ്ലൈ ചെയ്തിരുന്നത് ആദ്യം. ഞാൻ അതിന് ഒരാഴ്ച മുമ്പ് വരെ ഓഫീസിൽ ബസ്സിലൊക്കെ കയറി ഞാൻ പോവായിരുന്നു. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ഒരു ആഴ്ച മുമ്പേ തന്നെ ലീവ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഓഗസ്റ്റ് 1st തന്നെ ഞാൻ ലീവ് എടുത്ത് 11th എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പെയിൻ വന്നു. അങ്ങനെ 7th രാവിലെ പോയി അഡ്മിറ്റായി. ഫുൾ ഡേ പെയിൻ ആയിരുന്നു. ഇവള് അങ്ങനെ പെട്ടെന്നൊന്നും പുറത്തു അങ്ങനെ ഞാൻ പെട്ടെന്ന് വരുന്നില്ല അല്ലേ, സുഖിച്ചു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. സത്യം. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഒരു രാത്രിയാണ്. അപ്പൊ കുറച്ച് പെയിനൊക്കെ കുറെ നേരം എന്നെ വിഷമിപ്പിച്ചിട്ടാണ് ആള് പുറത്തെത്തിയത്. പക്ഷെ അപ്പോൾ മാത്രമേ പിന്നാണ് ഒരു പക്ഷെ ഈ നൈറ്റ് രാത്രിയിൽ ജനിച്ചോണ്ടായിരിക്കും കുറെ നാളത്തേക്ക് ഉറക്കുണ്ടായിരുന്നില്ല. എനിക്കും അവളും എന്റെ അമ്മയും ഞങ്ങള് രാത്രി ഇങ്ങനെ ഉറങ്ങാതിരിക്കുമായിരുന്നു. രാത്രി റേഡിയോയുടെ പാട്ട് തീരുന്നവരെ ഞാൻ അത് കേട്ടിട്ടുണ്ട്. FM റേഡിയോയില് ഏറ്റവും ലാസ്റ്റ് സോങ് വരെ ഞാൻ കേൾക്കുമായിരുന്നു. കാരണം അപ്പൊ ഇവിടെ ഉണർന്നിരിക്കും. അങ്ങനെയായിരുന്നു. പക്ഷെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും, ഞാൻ 3 മാസം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. ഞാൻ 8:45 കറക്റ്റ് സമയം കിട്ടിയിട്ടുണ്ട്. 8:45 ജാതകം ആർക്കെങ്കിലും നോക്കണേ നോക്കാം. അതെല്ലാരും കുറിച്ചിട്ട് ഞങ്ങൾ കുറച്ചുകൂടി വലുതാകുമ്പോഴേക്കും എല്ലാവർക്കും നോക്കാം. ഓക്കെ, അപ്പൊ തൊട്ട് അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കൂടെ ആയിരുന്നോ? അമ്മ വർക്കിന് പോയായിരുന്നു. അപ്പൊ എന്നെ ചേർത്തല അമ്മയുടെ വീട്ടിലായിരുന്നു ആക്കിയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടെയായിരുന്നു ഞാൻ അമ്മയുടെ കൂടെ ആയിരുന്നു. എന്റെ അമ്മയാണ് ഇപ്പോഴും. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ്. അവൾ എന്നെ അമ്മ അമ്പിറ്റാന്നാ വിളിക്കുന്നത്. ഞാൻ കണ്ടിരുന്നു, എന്തോ ഒരു സ്റ്റിക്കൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അമ്മയോട് ഭയങ്കര അപ്പൊ അന്ന് പോലെ അമ്മയാണ്. ഞാൻ രാവിലെ പോയി ഒരു 8 o'clock പോയി കഴിഞ്ഞാൽ ഒരു 5-6 ഒക്കെ ആവും വരുമ്പോ. അമ്മ എന്നെ വൈകുന്നേരം വിളിക്കാൻ വരുമ്പോഴത്തേക്ക് ഞാൻ കഥയിന്റെ അവിടെയൊക്കെ പോയി ഒളിച്ചേക്കും, എനിക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവസാനം അമ്മക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു അമ്മ പോകും, പിന്നെ അച്ഛൻ എന്നെ എടുത്തോണ്ട് പോകും. അവിടെ സുഖമായിരുന്നോ? വഴക്കൊന്നും അതന്നെ, ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ നിൽക്കുന്നതാണല്ലോ. എനിക്ക് സങ്കടമൊക്കെ വരുമായിരുന്നു. എന്നുവെച്ചാൽ ഇവള് കൂടുതൽ അമ്മയോട് അറ്റാച്ച്മെന്റ് കാണിക്കുന്നു എന്നോട്. അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് ഒരു പോയിന്റ് ഓഫ് ടൈമില്, ഒരു സ്റ്റേജിൽ എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര സങ്കടമൊക്കെ വന്നിട്ടുണ്ട്. അവരാകുമ്പോഴൊക്കെ എല്ലാത്തിനും സമ്മതിക്കും. അങ്ങനെ ഒരു ഇതായിരിക്കും, പാമ്പറിങ്ങും കാപ്പി. ഇതവർക്ക് സുഖിച്ചു പോയിട്ട് അവിടെ അങ്ങനെ നിന്ന് പോയതായിരിക്കും. ഓക്കെ, ഇപ്പൊ എന്താ പറയാ, നിങ്ങളുടെ ഇടയിൽ വഴക്ക് എന്ത് കാര്യത്തിനാ ശരിക്കും? എന്തിനാ കല്ലു പറ. കല്ലു ആലോചിക്കാം, ഞാനിപ്പോ ഇതിൽ ഏത് പറയണം. വഴക്ക് കൂടുതൽ ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇവിടെ എല്ലാത്തിനും ഒത്തിരി സ്ലോ ആണ്. എഴുതുന്ന നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഫുഡ് കഴിക്കുന്ന. പിന്നെ റൂം ഇന്ന് ഞങ്ങൾക്ക് അവിടെ എന്റെ ചാനലിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇവിടെ റൂം ക്ലീൻ ചെയ്തു. ഞാൻ എന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രം ഞാൻ വീഡിയോ ഞാൻ രണ്ട് ചാക്ക് നിറയാണ് കച്ചറ ഞാൻ കൊണ്ട് കളഞ്ഞു. 2 ചാക്ക്, ഞാൻ വെറുതെ പറയല്ല. ഇവൾക്ക് അത് ഇവളുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. അത് നമ്മളതിനെ ഒരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇവള് എല്ലാ സാധനവും ഇപ്പൊ ഇവിടുന്ന് ചിലപ്പോ ഒരു കല്ല് കിട്ടിയാലും അത് അവള് എടുത്തു വെക്കും. അതിനകത്ത് നിന്ന് എന്തെങ്കിലും ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന. പക്ഷെ ചില സാധനങ്ങൾ കൊണ്ടുവെക്കുന്ന ഇവള് തന്നെ മറന്നു. അതിങ്ങനെ കൂടി ഇരുന്നിട്ട് നമുക്കിങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ ഒരു മറ്റേ കച്ചറ സ്ഥലത്തേക്ക് ചെല്ലുന്ന ഫീല് വരും നമ്മൾ. എന്നിട്ട് ഇന്നിപ്പോ സത്യത്തിൽ ഒരു 2 ചാക്ക് സാധനം. അപ്പൊ ഇവളോട് ഞാൻ ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവള് ക്ലീൻ ചെയ്ത റൂമാണേ. പക്ഷെ ഇവിടെ എങ്ങനെ വെച്ചാൽ ഓരോ സാധനം അയ്യോ അത് കളയണ്ട എന്ന് പറഞ്ഞ് വെക്കും. എന്തെങ്കിലും കാണുമ്പോ നമുക്ക് അയ്യോ ഇത് കളയണ്ട എടുത്ത് വെക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും അല്ലേ? നിങ്ങളൊരു യൂണിയനാ? അല്ല, എനിക്കുണ്ട്. അമ്മ എന്റെ അടുത്ത് പഴയ സാധനം കുറെ എനിക്കുണ്ട് സത്യത്തില്. എനിക്ക് ചില സാധനങ്ങൾ പക്ഷെ അത് ഒതുക്കി വെക്കും ഞാനിങ്ങനെ. എനിക്കതില്ല. കബോർഡ് ഇട്ട് അതിനകത്തേക്ക് എല്ലാം കൂടെ ഇട്ട്. അപ്പൊ അവിടെ എത്ര അവൾക്ക് കബോർഡ്സ് ഉണ്ടോ അതിനകത്തൊക്കെ സാധനങ്ങളാ. അപ്പൊ ഇന്നിപ്പം ഫുൾ ക്ലീനിങ് ആയിരുന്നു ഉച്ചവരെ.
അപ്പൊ അതിനാണ് ഏറ്റവും കൂടുതൽ അമ്മയുടെ ഇന്ന് വഴക്ക് കേൾക്കുന്നത് അല്ലെ? കല്ലു തിരിച്ചമ്മേനായിട്ട് അടി ഉണ്ടാക്കുന്ന എന്ത് കാര്യത്തിന്? അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇല്ല. ഓക്കെ, അമ്മ നല്ല അമ്മയാണല്ലേ. അമ്മ ഉണ്ടാക്കി തരുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? ചപ്പാത്തി നൂഡിൽസ്. അയ്യോ, ഞാനത് എന്തിനാ ചോദിച്ചേ? ഒരു ആവശ്യമില്ലായിരുന്നു, എനിക്കത് അറിയായിരുന്നു ചേച്ചി. ഞാനത് വിട്ടുപോയി. എനിക്കറിയാം, എനിക്കൊന്നും എല്ലാവർക്കും അത് അറിയണ്ടാവും, ചപ്പാത്തിയും നൂഡിൽസും. അതാണല്ലോ ഇപ്പോഴും ഫേവറേറ്റ്. ചപ്പാത്തി നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, കല്ലു കുക്ക് ചെയ്യോ? ഞാൻ എന്തോ സ്നാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചായ ഉണ്ടാക്കും. ഇപ്പൊ ഞാനിപ്പോ വർക്കിനൊക്കെ പോയിട്ടൊക്കെ വരുമ്പം ഞാൻ വിളിച്ചു പറയും, കല്ലു അമ്മയ്ക്ക് ഒരു ചായ. സാധാരണ ചായ അല്ല, ഞാൻ അത് എന്റേതായിട്ടുള്ള രീതിയിലൊക്കെ വേറെ വേറെ ചായ ഇംപ്രവൈസ് ചെയ്യും അവള്. എന്തൊക്കെയാണ് ഇംപ്രവൈസേഷൻ എന്ന് പറയുക? ഞാൻ കുറച്ചുകൾ മുമ്പ് ഒരു ചായ ഉണ്ടാക്കിയായിരുന്നു. കട്ടൻ ചായയുടെ പൊടി, ടീ പൗഡർ, പിന്നെ തുളസി, പനിക്കൂർക്ക, അങ്ങനെ പേരയില, അങ്ങനെ കുറെ ഇലയൊക്കെ ഇട്ടിട്ട്, പിന്നെ ഗ്രാമ്പു ഒക്കെ ഇട്ടിട്ട് മസാല ടീ പോലെയൊക്കെ അങ്ങനെയൊക്കെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചേച്ചി ടയേർഡ് ആയിട്ട് വന്നിരിക്കുമ്പോഴേക്കും കല്ലു ഒരു ചായ എന്നൊക്കെ പറഞ്ഞു ഞാൻ വീട്ടിലെത്താറാകുമ്പോ വിളിക്കും. ഞാൻ പറഞ്ഞു, കല്ലു അമ്മയ്ക്ക് ഒരു ചായ ഉണ്ടാക്കി വെക്കോ എന്ന് ചോദിക്കും. അപ്പൊ പാൽ ചായ ആണെങ്കിലും ഇവിടെ നല്ല ടേസ്റ്റാ ഇവിടെ ഉണ്ടാക്കുന്ന ചായക്ക്. അങ്ങനെ ഉണ്ടാക്കി ഞാൻ പതുക്കെ കോഫി തുടങ്ങി. കഴിഞ്ഞ ദിവസം ഒരു കോൾഡ് കോഫി ഉണ്ടാക്കിയായിരുന്നു. ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പരീക്ഷണമായിരുന്നു. ഈ ഗ്യാസിന്റെ അടുത്തൊക്കെ കളിക്കുമ്പോ സൂക്ഷിക്കണം. അല്ലക്കെ മറ്റേ ഇൻഡക്ഷൻ കുക്കർ. അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, പാവ കുട്ടിയല്ലേ ചേച്ചി? കുരുത്തക്കേടൊന്നും ഇല്ല? ഏതെങ്കിലും കുരുത്തക്കേടും ചേച്ചിയുടെ അടി കിട്ടിയിട്ടുണ്ടാ? ഓ, അടി ഇഷ്ടം പോലെ. അടി കിട്ടിയിട്ടില്ല. അടി കുരുത്തക്കേടിനല്ല കിട്ടിയിട്ടുള്ളത്. അടി പറയുന്ന പോലെ അശ്രദ്ധയ്ക്ക്. അവൾ ഭയങ്കര കെയർലെസ് ആ പല കാര്യങ്ങളിലും. അതിനൊക്കെ അടി കിട്ടാ. എന്തായിരുന്നു കെയർലെസ് ആയിട്ട് ഏറ്റവും നല്ല അടി കിട്ടിയ ഒരു ഇൻസിഡന്റ്? നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാത്തതിന്റെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫുഡ് എല്ലാ ദിവസവും ഇപ്പഴല്ല, അത് കുഞ്ഞിലെ ആട്ടോ. ഇപ്പൊ ഈ അടുത്തെങ്ങും അങ്ങനെ അടി കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടില്ല. ചെറിയ ക്ലാസ്സില്. അപ്പൊ ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് സങ്കടം വരും. ദൈവമേ, പഴയ ഫോട്ടോ കാണുമ്പോ ഈ കുഞ്ഞിനെ ഞാൻ അടിച്ചിട്ടുണ്ടല്ലോ. ഒരു ഇൻസിഡന്റ് പറയാം. ഞാൻ ഒട്ടും കഴിച്ചിട്ടില്ലായിരുന്നു, എനിക്ക് വിശക്കാത്തോണ്ട്. ടിഫിൻ കുറെ കഴിച്ചിട്ട് ലഞ്ച് ഫിനിഷ് ചെയ്യത്തില്ല. അപ്പൊ ഫിനിഷ് ചെയ്തില്ലായിരുന്നു. നോട്ട്സ് ഒന്നും കംപ്ലീറ്റ് അല്ലായിരുന്നു. അപ്പൊ അമ്മ എന്നെ അടിച്ചു വന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്നെ സോറി കല്ലപ്പാന്ന് പറഞ്ഞിട്ട് കരഞ്ഞു, ഞാനും കരഞ്ഞു. അമ്മ അവളേക്ക് തിരുമ്പി തന്നു. നമുക്ക് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഇതാവും. അപ്പം നമ്മൾ അടിക്കുന്നതിനൊക്കെ അടിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് അയ്യോ അടിച്ചു പോയല്ലോ എന്നുള്ളൊരു തോന്നല് വരാ. കല്ലൂരിന്നൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും അല്ലേ? പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബൂസ്റ്റിങ് പൊക്കി പറയുന്ന പോലെ അവളിങ്ങനെ അത് അമ്മയൊക്കെ പറയും. സാധാരണ ഞങ്ങൾക്ക് പിണക്കുണ്ടാവില്ലേ അമ്മ. ഇപ്പൊ ഞാനൊക്കെ എന്റെ അമ്മയോട് പിണങ്ങി 2 ദിവസമൊക്കെ പിണങ്ങി ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ വഴക്കിട്ടാലും ഇങ്ങോട്ട് പറയാം സോറി അമ്മ എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് കുറെ സോറി നോട്ട്സ് ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറെ ഇങ്ങനെ അമ്മ ഐ ലവ് യു എന്നിട്ട് മലയാളത്തിലൊക്കെ എഴുതി. ഇവള് ചെറിയ ക്ലാസ്സിൽ ഫുൾ അക്ഷരത്തെറ്റ. ഞാനത് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഇങ്ങനെ അമ്മ എന്നോട് ക്ഷമിക്കണം, അമ്മ പളീസ് എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതി തന്നിട്ടുള്ള കുറെ നോട്ട്സ് ഉണ്ട് എന്റെ കയ്യില്. ചെറിയ ബിറ്റായിട്ട് എഴുതിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഒട്ടിച്ച് വെക്കും, അല്ലെങ്കിൽ ഞാൻ കിടക്കുന്ന അവിടെ കൊണ്ട് വെക്കും. അയ്യോടാ. ഈ അമ്മമ്മ എന്തൊക്കെയാ പറഞ്ഞു തന്നിട്ടുള്ളത് അമ്മയുടെ പഴയ കാര്യങ്ങളൊക്കെ? ഞാനിങ്ങനെ ചോദിക്കും, അമ്പിറ്റയ്ക്ക് അമ്മയാണോ അച്ഛമാനാണോ അമ്മയുടെ അനിയനെ? അതുപോലെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു പോകും. അപ്പൊ എന്താ പറയാ? അപ്പൊ അതെങ്ങനെയാ പറയാൻ പറ്റുന്നേ? അങ്ങനെ പറയും. പിന്നെ അമ്മയുടെ കുഞ്ഞിലത്തെ കുരുത്തക്കേടൊക്കെ പറഞ്ഞു തരും. എന്തായിരുന്നു അമ്മ? എങ്ങനെ കുരുത്തക്കേടായിരുന്നോ? അമ്മ ഈ മരത്തിലൊക്കെ കേറും. അപ്പൊ പണ്ട് അമ്മ എന്നുവെച്ചാ ചെറിയൊരു ഹൈറ്റില് വീടിന്റെ ഇതുണ്ട്. അവിടുന്ന് പറക്കാൻ വേണ്ടിട്ട് വാഴയില 2 കയ്യില് കെട്ടി വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ അതിന്റെ വല്ല ഫോട്ടോ ഉണ്ടോ? ഇല്ല. അതെന്താ അറിയോ, പണ്ട് ഈ ബാലരമയില് ചമ്മതകൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറുക്കനില്ലേ, അപ്പൊ ചമ്മതകൻ ഇങ്ങനെ 2 മുറം കെട്ടിയിട്ട് കയ്യിൽ കെട്ടിയിട്ട് പറന്നു എന്ന് പറഞ്ഞിട്ട് മരത്തിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് ആകാശത്തൂടെ പറന്നു എന്ന് പറഞ്ഞ കഥയുണ്ട്.
ഞാനും എന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത് എന്റെ കസിൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഞങ്ങള് പറഞ്ഞു അങ്ങനെ പറക്കാൻ പറ്റും, മുറം തപ്പിയിട്ട് മുറം കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, 2 വാഴയില കട്ട് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയ്യിൽ കെട്ടിയിട്ട് മോളിൽ നിന്ന് ഇങ്ങനെ പക്ഷെ പണ്ട് ഈ വീട്ടിലൊക്കെ പെറ്റിക്കോട്ടല്ലേ ഇരുന്നേ, അപ്പൊ വാഴക്കറ വെച്ചിട്ട് അവസാനം അമ്മ പഠിച്ചു എന്താണെന്ന് ചോദിച്ചാ. അപ്പൊ ഇതൊരു കള്ളത്തരായിട്ട് സൈഡിൽ പോയി ചെയ്ത കാര്യമായിരുന്നു അല്ലേ? ഇതുപോലെ കുറെ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറഞ്ഞുതരാം. ഇനിയിപ്പോ അച്ഛൻ അരുൺ ചേട്ടനെ പറ്റി പറയാതെ പോയാ മോശമല്ലേ? ഇവിടെ അമ്മയെ മാത്രമേ നമ്മൾ അച്ഛനെ പറ്റി പറയാനും. അച്ഛൻ എങ്ങനെ, അച്ഛനെ അമ്മയും തമ്മിൽ അടി കൂടാറൊക്കെ ഉണ്ടോ? അച്ഛനും അമ്മയും തമ്മില് ഇടയ്ക്കിങ്ങനെ ചെറിയ, പക്ഷെ 2 മിനിറ്റ് കഴിഞ്ഞ പിന്നെ കൂട്ടാവും. നിങ്ങളുടെ അടിയാന്ന് തോന്നുന്നു കുറച്ച് സമയം കൂടുതൽ നിൽക്കണേ അല്ലേ? അതും അങ്ങനെ അധികം ഞാൻ പടങ്ങിയിരിക്കും, എനിക്ക് കുറച്ച് സമയം എടുക്കും ഞാൻ ഒന്ന് കൂളായി വരാൻ. ഇവളും അതെ, അരുണും അതെ, രണ്ടും ഒരു. അരുൺ ചിലപ്പോ മറന്നേ പോവും. എന്തോ പറയായിരുന്നു കല്ലു അച്ഛന്റെ കാര്യം? അല്ല, എന്താ അച്ഛൻ അങ്ങനെ എന്താ അച്ഛൻ അറിയാതെ ചെയ്യണതാ. അപ്പൊ അമ്മയ്ക്ക് ചിലപ്പോ ദേഷ്യം വരും. അപ്പൊ അങ്ങനെ ചെറിയ വഴക്കുകൾ, അല്ലാതെ ഇങ്ങനെ വലിയ വഴക്കൊന്നും ഉണ്ടാകാറില്ല. പരസ്പരം എന്ന ഹിറ്റ് സീരിയലിലെ ദീപ്തിയെ നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ താരമാണ് ഗായത്രി. ഗായത്രി പിന്നീട് സിനിമകളിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. സീരിയലിൽ നിന്നും ഇടവേള എടുക്കുകയായിരുന്നു. പരസ്പരം സീരിയലിലെ മിടുക്കിയായ IAS ഓഫീസറായിട്ടായിരുന്നു ദീപ്തി എത്തിയത്. IASഉം IPSഉം എല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയ ദീപ്തിയുടെ ക്യാരക്ടർ അന്നേ മലയാളികൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. എന്നാൽ സീരിയലിന്റെ അവസാനം ആർക്കും അത്ര തൃപ്തി വരുന്ന രീതിയിലായിരുന്നില്ല. ദീപ്തി വിവാഹിതയും ഒരു അമ്മയും കൂടിയാണ് എന്ന ഞെട്ടലോടെയാണ് പ്രേക്ഷകർ അന്ന് കേട്ടത്. ഇന്ന് തന്റെ കുഞ്ഞിനൊപ്പം, അതായത് തന്റെ മകൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയാണ് ദീപ്തി. ദീപ്തിക്ക് സ്വന്തമായി ഒരു നെയിലിറ്റ് എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്ട്രി ഉണ്ട്, മറ്റൊരു ഷോപ്പുണ്ട്. അങ്ങനെ ബിസിനസ്സും അഭിനയവും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ് ദീപ്തി. മകളെ ഡെലിവറി ആയിരുന്ന സമയത്ത്, ഗർഭിണിയായിരുന്ന സമയത്തുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ദീപ്തി ഇപ്പോൾ തുറന്നു പറയുകയാണ്.